ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സേമിയ പായസമാണ്. നമുക്കൊരു വിശേഷപ്പെട്ട ദിവസം വരുമ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സേമിയ പായസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതും സേമിയ പായസം തന്നെയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് അടികട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓണാക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഈ കശുവണ്ടി ചെറിയൊരു ഗോൾഡൻ കളറാകുന്നതിന് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിവിടെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ലേശം തേങ്ങാക്കൂത്തോട് ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറിയ പീസുകളാക്കി എടുത്തതാണ്. പായസത്തിന് നല്ലതാണിത്. ഇതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. ഒരുപാടൊന്നും ബ്രൗൺ ഒന്നും ആകാണ്ട് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ലേശം ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി ഒന്ന് നല്ലതാണ് വറുത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ ഉണക്കമുന്തിരി കോരിയെടുക്കാം. ആ ഉരുളിൽ തന്നെ നമ്മുടെ സേമിയ നമുക്ക് വറുത്തെടുക്കണം. ഞാനിവിടെ 150 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു ഗോൾഡൻ കളറാകുന്നിടം വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ഈ സമയം തീരെ കുറച്ച് തന്നെ വെക്കണം. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് കയറി കരിഞ്ഞു പോവും. കൈയെടുക്കാതെ നമുക്ക് നല്ലതോണം ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് സേമിയ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആ ഉരുളിയിലേക്ക് തന്നെ പാലൊഴിച്ച് വെച്ച് തിളപ്പിക്കാം. ഞാനിവിടെ 150 ഗ്രാം സേമിയയ്ക്ക് 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മധുരത്തിനാവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ ഇഷ്ടത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുവണ്ണം തിളയ്ക്കാനായി കാത്തിരിക്കാം. ഇപ്പോൾ നമ്മുടെ പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. ലേശം മധുരക്കുറവ് കാണിക്കുന്നുണ്ട്. അപ്പം ലേശം പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സേമിയ ഇട്ട് കഴിയുമ്പം ഈ മധുരം സേമിയയിലും കൂടെ ആയി കഴിയുമ്പം മധുരം തീരെ ഇല്ലാതാകും. അപ്പോൾ അത് നോക്കി വേണം ചെയ്യാൻ. ലേശം പഞ്ചസാര കൊണ്ട് ഇട്ടേച്ച് നല്ലതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം. പാല് തിളയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, താഴെ പിടിക്കരുത്, അടി പിടിക്കാതെ വേണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സേമിയ മുഴുവനായിട്ട് ഇടരുത്, കുറേശ്ശെ ഇട്ടേച്ച് ഇളക്കുക. നമ്മൾ മുഴുവനായിട്ട് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി കട്ട പിടിച്ച് കിടക്കും. അതുണ്ടാകാതിരിക്കാനാണ് കുറേശ്ശെ ഇട്ടേച്ച് ഇളക്കി കൊടുക്കുക. കുറേശ്ശെ വിതറി കൊടുക്കാം. ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. സേമിയ പെട്ടെന്ന് കയറി കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ സേമിയ ഇവിടെ നല്ലതാണ് കുറുകി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലതോണം മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലേശം ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നല്ലതോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചൂടോടുകൂടി തന്നെ നമുക്കിത് ഇപ്പോൾ തന്നെ കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിനി മറ്റൊരു വീഡിയോയുമായി കാണാം.